ക്രിസ്തുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിച്ചു. ദേവാലയങ്ങളിൽ ദിവ്യബലിയും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. കുരിശുമരണം വരിക്കുന്നതിന് മുമ്പ് യേശു തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതും വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചതും അനുസ്മരിച്ചാണ് ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നത്. കടന്നുപോകൽ എന്നാണ് പെസഹ എന്ന വാക്കിനർത്ഥം. ഈജിപ്തിലെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം മോശയുടെ പ്രവാചകത്വത്തിൽ വിമോചിതരായതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. യേശു ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിച്ച വേളയിൽ എല്ലാവരിലും വലിയവൻ എല്ലാവരുടെയും സേവകനായിരിക്കണം എന്ന മാതൃക പകർന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനെ അനുകരിച്ച് എല്ലാ ദേവാലയങ്ങളിലും പുരോഹിതർ തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ പാദം കഴുകുന്ന ശുശ്രൂഷയുണ്ടായി. ഓശാന ഞായറാഴ്ച ആരംഭിച്ച വിശുദ്ധ വാരത്തിലെ 5-ാം ദിവസമാണ് പെസഹ. 50 നോമ്പിലെ അവസാന ആഴ്ചയാണിത്. കാൽവരിക്കുന്നിൽ യേശു കുരിശുമരണം വരിച്ചതിന്റെ അനുസ്മരണത്തിന് വെള്ളിയാഴ്ച ദുഃഖവെള്ളി ആചരിക്കും. ദുഃഖവെള്ളിയാഴ്ച യേശുവിന്റെ പീഡാസഹനം, കുരിശുമരണം, ഖബറടക്കം എന്നിവ അനുസ്മരിപ്പിക്കുന്ന ശുശ്രൂഷകളാണ്. 3-ാം ദിവസം യേശുവിന്റെ ഉത്ഥാനത്തെ അനുസ്മരിച്ച് ഞായറാഴ്ച ഉയിർപ്പു തിരുനാൾ ആഘോഷിക്കുന്നതോടെ വലിയ നോമ്പാചരണം സമാപിക്കും. വിശ്വാസ തീഷ്ണതയോടെ പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ നടന്ന പെസഹ വ്യാഴം ആചരണം ഭക്തി നിർഭരമായി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ എന്നിവർ സഹകാർമ്മികരായി. തിരുകർമ്മങ്ങളുടെ ഭാഗമായി നടന്ന പാദക്ഷാളന ശുശ്രൂഷയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെയും സേവനത്തിന്റെയും സന്ദേശം കൈമാറി. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് വചന സന്ദേശം നൽകി. ആരാധനയിലും സ്തുതിപ്പിലും നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനാപൂർവം പങ്കുചേർന്നത്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ പെസഹ വ്യാഴം ഭക്തിസാന്ദ്രമായി ആചരിച്ചു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച തിരുകർമ്മങ്ങളിൽ ആഘോഷമായ ദിവ്യബലിക്ക് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത് വചന സന്ദേശം നൽകി. ഫാദർ മാത്യു തുണ്ടത്തിൽ, ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് യേശു തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി കാണിച്ച എളിമയുടെ മാതൃക അനുസ്മരിച്ചുകൊണ്ട് കാൽകഴുകൽ ശുശ്രൂഷ നടത്തപ്പെട്ടു. ദിവ്യബലിക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസി ചൊവ്വല്ലൂർ, സേവ്യർ വാഗയിൽ, ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ഹൈസൻ PA, സെക്രട്ടറി ജോയ് ചിറമൽ, വിശുദ്ധവാര കമ്മിറ്റി അംഗങ്ങളായ തോമസ് വാഗയിൽ, ബിജു MA, ഷോബി ഫ്രാൻസിസ്, ജോയ്സി CJ തുടങ്ങിയവർ നേതൃത്വം നൽകി. പറപ്പൂർ സെന്റ് ജോൺ നിബിംസ്യാൻ ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ പോൾ തേക്കാനത്ത് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിൽ മാങ്ങൻ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിവിധ യൂണിറ്റുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ആരാധന ആരംഭിച്ചു. കാക്കശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ പെസഹ തിരുകർമ്മങ്ങൾ ഭക്തിസാന്ദ്രമായി. ശുശ്രൂഷകൾക്ക് പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ തോമസ് ഊക്കൻ കാർമ്മികത്വം വഹിച്ചു. പെസഹ ഊട്ടും നടന്നു. കൈക്കാരന്മാരായ EA കുര്യാക്കോസ്, PRO CC ജോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് ഇടവകയിലെ പെസഹ തിരുകർമ്മങ്ങൾ ഭക്തിപൂർവ്വം നടന്നു. പെസഹ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസ് എടക്കളത്തൂർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് പെസഹ ഊട്ട് സമിതിയുടെ നേതൃത്വത്തിൽ പെസഹ ഊട്ട് നടത്തി. മുല്ലശ്ശേരി നല്ലയിടയന്റെ ദേവാലയത്തിൽ പെസഹ വ്യാഴം ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ടിജോ ജോയ് മുള്ളക്കര, സഹവൈദികൻ മാർട്ടിൻ പൂണൂലി എന്നിവർ നേതൃത്വം നൽകി. ഗാന ശുശ്രൂഷയ്ക്ക് റോബിൻ സണ്ണി, വിൽഫി എടക്കളത്തൂർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണവുമുണ്ടായി. കൈക്കാരന്മാരായ സോളമൻ പത്രോസ്, ജോസഫ് ഊക്കൻ, ജോസ് തരകൻ എന്നിവർ നേതൃത്വം നൽകി. ഏനമാവ് കർമ്മലമാതാ ദേവാലയത്തിൽ വിശുദ്ധവാരാചരണത്തിന്റെ ഭാഗമായി നടന്ന പെസഹ വ്യാഴ ചടങ്ങുകൾ ഭക്തി നിർഭരമായി. യേശു ശിഷ്യരുടെ കാൽ കഴുകി എളിമയുടെ മാതൃകയായതിന്റെ പ്രതീകാത്മക ചടങ്ങുകളുടെ ഭാഗമായി വികാരി ഫാദർ തോമസ് ചൂണ്ടൽ അൾത്താര ബാലസംഘം കുട്ടികളുടെ കാൽ കഴുകി ചുംബിച്ചു. ഡീക്കൻ പ്രിൻസ് ആറുംകാക്കൽ സന്ദേശം നൽകി. ചടങ്ങുകൾക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും 12 മണിക്കൂർ ആരാധനയ്ക്കും തുടക്കമായി. ട്രസ്റ്റിമാരായ KT സ്റ്റീഫൻ, പ്രിൻസി ജെയ്സൺ, PC ജോഷി എന്നിവർ നേതൃത്വം നൽകി. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ കാർമ്മികനായി. അൾത്താര ശുശ്രൂഷകരായ 12 ബാലന്മാരുടെ കാലുകൾ കഴുകി ചുംബിച്ചു. ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ കാർമ്മികനായി. തുടർന്ന് ദേവാലയത്തിൽ ആഘോഷമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു. പെസഹാചരണത്തിന് അസിസ്റ്റന്റ് വികാരി ഫാദർ വിബി പുറത്തൂക്കാരൻ, കൈക്കാരന്മാരായ അലക്സ് ചീരൻ, മനീഷ് സുരേഷ്, സോണി തോമസ്, ജോസി ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി.